വൈകുന്നേരം ആയപ്പോൾ നമുക്കൊരു കൊറിയർ വന്നു കേട്ടോ. വന്ന ഉടനെ തന്നെ സച്ചുട്ടനത് അയാളെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പോയി. അയാളത് സ്കാൻ ചെയ്യാനോ OTP പറഞ്ഞു കൊടുക്കാനൊന്നും അവന് സമയമില്ല. അവനത് മനസ്സിലായിട്ടുണ്ട് അവനുള്ളതാണെന്ന്. കാരണം നമ്മൾ മക്കൾക്ക് മീഷോന്ന് കുറച്ച് ഡ്രസ്സ് ഓർഡർ ചെയ്തായിരുന്നു. അവർക്ക് വീട്ടിലിടാൻ പറ്റുന്ന ബനിയനും നിക്കറും ഒക്കെ. അപ്പോൾ അത് അവനത് മാത്രമേ ഇനി എത്താനുള്ളൂ. അങ്ങനെ അത് വന്ന ഉടനെ അവനത് പൊട്ടിച്ച് നോക്കി. അപ്പോൾ സംഭവം ഓക്കെയാണ് കേട്ടോ, അവന് സെറ്റാണ്. പിന്നെ അത് ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിച്ചു. ചായ കുടിച്ചപ്പോൾ അവരിത് TV കണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഗ്യാപ്പിൽ പിന്നെ ഞാനൊക്കെ ഒന്ന് മുറ്റത്തേക്കൊക്കെ ഇറങ്ങി. നല്ല വെട്ടം വെളിച്ചമൊക്കെ ഉള്ളൊരു ദിവസമായതുകൊണ്ട് തന്നെ മുറ്റത്ത് ഇറങ്ങി നിൽക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ നമുക്കിതാ തൊട്ടടുത്തൊരു വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കണുള്ളൂ. പിന്നെ ഫ്രണ്ടിൽ ഇതാ കുറച്ച് ചെടിച്ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. ചെടിയൊക്കെ ഒന്ന് വളർന്ന് പുഷ്ടിപ്പെടും. പിന്നെ അമ്പാടി ഇതാ ഡെയിലി വന്നിട്ട് അത് പൊക്കി നോക്കും കേട്ടോ. അവൻ്റെ വിചാരം ഓരോ ദിവസം തുറന്ന് നോക്കുമ്പോഴാണ് ചെടി വളരുക. പിന്നെ വീടിൻ്റെ സൈഡിൽ ഇതാ ഞാനും അച്ഛനും കൂടെ കുറച്ച് പച്ചക്കറിയുടെ വിത്തൊക്കെ വിഷുവിൻ്റെ സമയത്ത് നട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിന്ന് ഒരു തവണ ഞങ്ങൾ പറിച്ചു കേട്ടോ. പിന്നെ ഇതാ ഈ പയർ ഇത്ര വലിപ്പം വെക്കുന്നുള്ളൂ. ഇത് കുറ്റിപ്പയർ എന്നാണ് നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ പറയുക. ഒരുപാട് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു 4-5 നമ്മളിങ്ങനെ പറിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലാണല്ലോ അല്ലേ, നമ്മൾ നട്ട് വളർത്തിയെന്ന് പറിക്കാൻ പറ്റുന്നത്. പിന്നെ ചീരയുടെ ഇല ഉണ്ടായിരുന്നു, അതിന് ഒരു തവണ പറിച്ചെടുത്ത് ഞങ്ങൾ കറി വെച്ചു കേട്ടോ. കറിയല്ല താളിപ്പുണ്ടാക്കിയേ. പിന്നെ അതാ വഴുതനങ്ങയാണ്. പിന്നെ ഇലകളൊക്കെ ഇങ്ങനെ കേട് വരുന്നുണ്ട്. അപ്പോൾ അതിന് പച്ചക്കറി ഇങ്ങനെ നട്ട് അതിനെ എങ്ങനെയൊക്കെ പരിപാലിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ അച്ഛൻ നല്ലൊരു കൃഷിക്കാരനായതുകൊണ്ട് അച്ഛനിടയ്ക്ക് വന്നിട്ട് മരുന്നൊക്കെ അടിച്ചു കൊടുക്കാറുണ്ട്. ഇത് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കൂടെ വന്ന സമയത്ത് ചട്ടിയിലൊക്കെ മണ്ണ് നിറച്ച് ചീരയും വെണ്ടയും തക്കാളി അങ്ങനെയൊക്കെ നട്ട് പോയതാട്ടോ കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അതും ഒന്ന് മുളച്ച് വരുന്നുണ്ട്. പിന്നെ സൈഡിൽ ഇതാ കുറച്ച് ചെടികളുണ്ട്, റോസാക്കൂമ്പുണ്ട്. പിന്നെ ഇതാ കുറച്ച് ചെടികൾ നടാനും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചട്ടി തീർന്നു പോയി. അങ്ങനെ ചട്ടിയൊക്കെ ഇനി വാങ്ങി സെറ്റാക്കണം. പിന്നെ ഇതാ ഫ്രണ്ടിൽ ഇതാ സാച്ചൂട്ടിന് നല്ലൊരു പരിപാടി ഉണ്ട് കേട്ടോ. ചട്ടികളൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് ഇതാ അവൻ ആ റോഡ് കിടക്കണ മണ്ണൊക്കെ വാരിയിട്ട് ആ പൊന്തയൊക്കെ പറിച്ചെടുത്തിട്ട് അത് കുഴിച്ചിടുക. ഇതിൻ്റെ ഇടയിൽ കൂടെ പൊന്തകൾ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇവനിത് എന്തിൻ്റെ കേടാണെന്ന്. അവൻ്റെ വിചാരം ഈ പൊന്തയൊക്കെ പറിച്ച് നട്ടാൽ ഇതൊക്കെ വളർന്ന് പുഷ്ടിപ്പെടുന്നതാണ് അവൻ്റെ വിചാരം. പിന്നെ അവൻ ചെയ്യുന്ന കാര്യം നമ്മൾ അവനെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ലല്ലോ. സച്ചു എന്തിനാ എവിടെ വെക്കാന്? നമ്മളെ വീട്ടിൽ വെക്കണ്ട, വെക്കുന്നോ? ഇതിൻ്റെ വീടാ. നിൻ്റെ വീടാ. അവൻ്റെ പരിപാടികൾ അവൻ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ സൈഡിൽ വെച്ച കുറച്ച് ചെടികളാണ്, ഒക്കെ ഒന്ന് വളർന്ന് വരുന്നേ ഉള്ളൂ. നല്ല വെയിലാണ് നമുക്ക് ഫ്രണ്ടിൽ. പിന്നെ ഈ ചെടിയാണ് കേട്ടോ ഞാൻ പറഞ്ഞ അമ്പാടി ഡെയിലി പൊക്കി നോക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.